മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ച് US പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ തവണയൊക്കെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അമ്മ മാത്രമല്ല അപ്പച്ചിയും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചർ, അത് എല്ലാവർക്കും അവിടെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ തവണ അതിന് ഭയങ്കര പോളിംഗ് ആയിരുന്നതുകൊണ്ട് ഇത്തവണ കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പരിപാടിയാണ്. അപ്പം ഇത്തവണ അമ്മ കൂടെ ഞങ്ങളുടെ ഒപ്പം വരുന്നതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഫ്രഷായിട്ട് ഉണ്ടാക്കി തരാൻ പറ്റില്ല. അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവും. പിന്നെ അത് തന്നെയല്ല, അപ്പച്ചിയും ഒക്കെ ബുദ്ധിമുട്ടാണ്. അവർ ബാംഗ്ലൂർക്ക് പോവാണ്. അതിന് മുമ്പായിട്ട് ഇതെല്ലാം ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ, നാട്ടിൽ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കൂടി ബാക്കിയുള്ളൂ. ഒരു മാസത്തെ വെക്കേഷൻ ഒന്നുമില്ല നാട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ഇപ്പോൾ വേദുഗുളി എടുത്തിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞതായതുകൊണ്ട് വേദുഗുളി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ. അതിൻ്റെ ഹോം കെയർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അവർ എല്ലാ സാധനങ്ങളായിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അവർ 2 സ്റ്റാഫാണ് വരിക. 2 സ്റ്റാഫ് വന്നിട്ട് അവർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ നാട്ടിലെ റോഡ് പണിയുടെ കാര്യം. അവസാനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. സുമേഷ് ചേട്ടൻ പറയുന്ന പോലെ വള്ളിയിൽ ഞാൻ പോകേണ്ട അവസ്ഥയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിടലും പൊടി ഭയങ്കര ബഹളങ്ങളാണ് ഇവിടെ. എന്തായാലും വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് ആ റോഡൊന്ന് വൃത്തിയാക്കുമല്ലോ. ഇത്ര നാൾ കുണ്ടുകുഴിയായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഒരു വൃത്തിയുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സർ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം. ഇതാണ് താഴ്ത്തച്ചയാണ് കേട്ടോ മിക്സർ ഉണ്ടാക്കുന്നതിൻ്റെ മാസ്റ്റർ ഷെഫ്. ഇത് അപ്പച്ചിയുടെ ഹസ്ബൻഡാട്ടോ. താഴത്തെ വീട്ടിലായതുകൊണ്ട് ഞങ്ങൾ താഴത്തെ വീട്ടിലെ അച്ഛ. അതാണ് താഴ്ത്തച്ച. മിക്സറിനകത്തിടാനുള്ള ഉപ്പേരിക്ക് കായ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ താറ്റൻസ് എന്താ ചെയ്യുന്നത് നോക്കട്ടെ. കരിയാപ്പല നോക്കുന്നു. ഗീതച്ചിട്ടെ വിളിച്ചു വരുത്തി പണി കൊടുത്തിരിക്കുന്നു. പക്ഷെ 2 കിലോ മീൻ വാങ്ങി വെച്ചിട്ട് ഗീതച്ചിട്ടെ വിളിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഇതാണ് ഗീതച്ചിറ്റ. പാവം, ഞങ്ങൾ വന്നേക്കുന്നത് കൊണ്ടാട്ടോ. അമ്മയ്ക്ക് ഒരുപാട് പണിയുള്ളത് കൊണ്ട് ഗീതച്ചിറ്റ ഓടി ഓടി എപ്പോഴും സഹായത്തിന് വരും. ഞങ്ങൾ തന്നെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ എല്ലാവരും 5.5 കിലോ മീന്. എന്റെ ഭഗവാനെ, റോഡിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അത് കാണിച്ചു തരാം. കുറച്ചൊക്കെ ഇനി എത്ര ദിവസമാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ പണിയൊക്കെ നടക്കുക. ഇന്നിപ്പം നിരപ്പാക്കിയിട്ടുണ്ട്. റോഡൊക്കെ കണ്ടോ, റോഡൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. അതാണ് അപ്പച്ചിയുടെ വീട്. അച്ഛൻ്റെ പെങ്ങളുടെ വീടാണിത്. അപ്പച്ചിയുടെ വീട് മാത്രമല്ല ഞങ്ങളുടെ വീടിനോട് അടുത്തുള്ളത് കേട്ടോ. കൊച്ചച്ഛനും താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അത് ഇവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാത്തതാണ്. എന്താണെന്നറിയാം, നാട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ജനിച്ച് വളർന്ന നാടിനോളം എവിടെ പോയാലും ശരിയാണ്, നമുക്ക് എല്ലാം നേടിത്തന്ന നാടുണ്ടാവും. ജോലി ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവുക, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുക, എല്ലാം അവിടെയാണുള്ളത്. പക്ഷെ എന്നാലും ജനിച്ചു വളർന്ന നാടും നാട്ടിൻപുറമൊക്കെ നമുക്കെന്നും ഭയങ്കര ഫേവറേറ്റാണ്. നമുക്ക് ഒരിക്കലും മടുക്കില്ല. അപ്പം ഇനിയിപ്പം നാളെ ആകുമ്പം അപ്പച്ചിയുടെ മക്കൾ 2 പേര് വരും. പിന്നെ 2 ദിവസം അവധിയാണ്. അപ്പോൾ ചിത്രശേഷിയൊക്കെ നാളെ ഇങ്ങോട്ട് വരും. ഉണ്ണിക്കുട്ടൻ വരും, എൻ്റെ ചേച്ചി കുട്ടികൾ വരും. അപ്പം നല്ല ബഹളമായിരിക്കും. അപ്പം എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ ഈ ഓരോ ട്രിപ്പുകളും അല്ലെങ്കിൽ ഓരോ യാത്രകളും എന്താ പറയുക, നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കിതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ ഒരു നാളിൽ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരുടെയൊക്കെ കാലശേഷം, അച്ഛനമ്മമാരുടെയൊക്കെ കാലശേഷം നമുക്ക് ഈ നാടുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ വന്ന് ഇത്രയും നിൽക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുമല്ലേ, മരിക്കുവോളം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മകൾ. നമ്മളറിയാതെ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നമുക്ക് ഓർത്ത് സന്തോഷിക്കാനുള്ള ഓർമ്മകളാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോൾ ഐസ്ക്രീം നാട്ടിൽ വന്നാൽ സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു സാധനം. പണ്ടൊക്കെ നല്ല വലുതായിരുന്നു. ഇപ്പോൾ ഇതാ ഇച്ചിരിയുള്ളൂ, ചെറിയ പാത്രത്തിലാണെങ്കിൽ. താഴ്ത്തച്ച വീട്ടിലെ ഓൾ ഇൻ ഓൾ ആട്ടോ. എന്ത് പണിക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ.
എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും താഴ്ത്തച്ച റെഡിയാണ്. ഒരു കിലോ. ഒരു കിലോയ്ക്ക്. പക്ഷെ അത് നോക്കിയെങ്കിലും എടുത്തിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞളിട്ടു, ഉപ്പിട്ടു. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കായം ഈ ഇതിന് നന്നായിട്ട് ചേരും. മഞ്ഞപ്പൊടി ഒരു ശകലം കളർ കിട്ടാനാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. അത്രേ ഇട്ടുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് പിന്നെ കയ്യെ ഒട്ടാതിരിക്കാണ്ട് എണ്ണ ഒഴിച്ച് തരും. ദാ കൊച്ചച്ചൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ദാ വീടാണ് കൊച്ചച്ചൻ്റെത്. ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് കോരുക. അയ്യോ, ഈ എരിപൊരി ചൂടത്ത് എത്ര മണിക്കൂറുകൾ നിന്നാ ഇത് കുക്ക് ചെയ്തതെന്ന് അറിയോ? പാവം താഴ്ത്തച്ച. ഒരുപാട് ക്വാണ്ടിറ്റി ആയിരുന്നതുകൊണ്ട് കുറേ സമയമെടുത്തു. ഇവിടെ രാത്രി കേട്ടോ, മിക്സർ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലാം അകത്തിരിപ്പുണ്ട്. കുഞ്ഞുമണി എന്താ വിശേഷം? ഇതാണ് കൃഷ്ണൻകുട്ടി മാമൻ. കൃഷ്ണൻകുട്ടി മാമൻ താഴ്ത്തച്ചയുടെ ബ്രദറാട്ടോ. ഒരുപാട് തമാശകൾ പറയുന്ന ആളാണ് കൃഷ്ണൻകുട്ടി മാമൻ. ഓരോ തമാശയ്ക്കും എപ്പോഴും പുതുമയും ഉണ്ടാവും. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും രുചിക്കൂട്ടുകൾ ചേർത്ത് ദാ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സ്നേഹം ഒരു രുചിയായി കലർന്ന ഈ ചെറിയ സമ്മാനം കുട്ടി കുട്ടി പാക്കറ്റുകളിലായിട്ട് ഇനി ഓരോ സുഹൃത്തുക്കളുടെയും വീടുകളിലേക്കുള്ള യാത്രയിലാണ്. ഒരു പോസ്റ്റ്മോർട്ടം കെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവർ 2 കുട്ടികളുമായിരുന്നു അത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ.